നമ്മൾ പലപ്പോഴും പറയാൻ ഭയപ്പെടുന്ന, പലപ്പോഴും പറയണം എന്ന് വിചാരിച്ചിട്ടും പറയാൻ കഴിയാത്ത ചില വിഷയങ്ങളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴും അല്ലെങ്കിൽ അവസാനിക്കുന്ന ആ മൊമെൻറ്റിലും ആ ഒരു വിഷമം നമ്മളിലേക്ക് എത്തിച്ചിട്ടാണ് ഈ ഒരു നോവൽ അവസാനിക്കുന്നത്. അതായത് ഇപ്പം ഇപ്പോൾ എത്രത്തോളം ഞാൻ പറയുന്നത് നിങ്ങളിലേക്ക് കണക്റ്റ് ആവുമെന്നുള്ളത് എനിക്കറിയില്ല. അതായത് സിനിമ കാണുന്ന ആളുകളാണെങ്കിൽ അത്രത്തോളം നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു 2.5 മണിക്കൂർ സിനിമ അവസാനിക്കുന്ന മൊമെൻറ്റിൽ ഒരു 10 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നില്ലേ? അത്തരത്തിലുള്ള സിനിമകൾ ഇപ്പോൾ നമുക്ക് കാണാൻ കിട്ടില്ല. ഇംഗ്ലീഷ് സിനിമകളോ ചില കൊറിയൻ സിനിമകളൊക്കെ അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അയ്യോ ഇത് തീരുമോ? നമ്മളിങ്ങനെ ജസ്റ്റ് മൊബൈലിൽ കാണുകയാണെങ്കിൽ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കും, തീരാറായോ? 2 രീതിയിൽ നോക്കാം. അതായത് പെട്ടെന്നൊന്നും തീർന്നേ കിടന്ന് ഉറങ്ങായിരുന്നു എന്ന് വിചാരിക്കുകയും അല്ലെങ്കിൽ ഇത് തീരാതിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സിനിമകളുണ്ട്. ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ സിനിമകളെ കുറിച്ചാണ് പറയുന്നത്. അത്തരത്തിലുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇത് ഭയങ്കര കുറഞ്ഞ സമയമായിപ്പോയല്ലോ എന്ന് തോന്നുമ്പോൾ നമ്മൾ സീരീസിനെ കുറിച്ച് ആലോചിക്കും അല്ലേ? അതായത് ഒരു 10 എപ്പിസോഡ് 20 എപ്പിസോഡൊക്കെ ഉള്ള സീരീസുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു സന്തോഷം കൂടി വരും. ഇത്രയും എപ്പിസോഡുകൾ ഇനി കാണാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ആ സീരീസ് അവസാനിക്കുന്ന ഒരു മൊമെൻറ്റിലും, കാരണം നമ്മൾ ആ ഒരു യൂണിവേഴ്സിലായിരിക്കും ജീവിക്കുക. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ചില സീരീസ് ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ലോസ്റ്റ് ഇൻ സ്പേസ് എന്ന് പറയുന്ന ഒരു സീരീസ്, അതിൻ്റെ ഫുൾ സീസൺ കണ്ടപ്പോൾ അത് തീർന്നു പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇനി ആ ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റുന്നില്ല. അതുപോലെ എനിക്ക് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുള്ളൊരു സീരീസാണ് ബ്രേക്കിംഗ് ബാഡ്. അതിലോരോ ഡയലോഗുകളും ഇപ്പം ഏറ്റവും ഫേമസ് ആയിട്ട് പലരും എടുത്തു പറയുന്നൊരു ഡയലോഗാണ് ഐ എം നോട്ട് ഇൻ ഡേഞ്ചർ സ്കൈലർ, ഐ ആം ദ ഡേഞ്ചർ. ആ ഒരു എന്താ പറയുക, ഹൈസൻബർഗിൻ്റെ ആ ഒരു ഡയലോഗ്, അങ്ങനത്തെ കുറേ ഡയലോഗ്സ് നമ്മൾ കാണാതെ പഠിച്ചു പോകുന്ന സീരീസുകൾ വരെ ഉണ്ട്. അത് ഒരു സുപ്രഭാതത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അടുത്തത് എന്ത്, അവരൊന്ന് കാണാൻ നമുക്ക് കൊതിയാവും. സോ അങ്ങനത്തെ കുറേ സീരീസുകളും സാധനങ്ങളൊക്കെ നമുക്ക് തരുന്നൊരു അനുഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഇരട്ടി ശരിക്കൊരു പുസ്തകം നമുക്ക് തരും. ഈ ഒരു പുസ്തകത്തിൽ ഇതിൻ്റെ എന്താ പറയുക, സ്പോയിലർ ഞാൻ പറയുന്നില്ല, എന്തായാലും ഇതൊരു സ്പോയിലറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 3 ലക്ഷത്തിൽ കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകമാണത്. ആ 3 ലക്ഷത്തിൽ എത്ര പേര് ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാവും? ആ വായിച്ച ആളുകളോട് ഇനി ഞാൻ സ്പോയിലർ പറയേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാനത് സ്പോയിൽ ചെയ്യുന്നില്ല. എന്നാലും ഞാൻ പറയാം, ഈ ഒരു പുസ്തകം അവസാനിക്കുന്ന ആ ഒരു പേജ് ഉണ്ടല്ലോ, ആ ഒരു പേജിൽ നമുക്കൊരു കപ്പലിൻ്റെ സൈറണിൽ നമുക്ക് ആ പേജ് അവസാനിക്കുമ്പോൾ ഒരു വിങ്ങലുണ്ടാവും. ആ വിങ്ങൽ നീണ്ടു നിൽക്കും ഒരു 10 സെക്കൻഡ്. ആ 10 സെക്കൻഡിൽ കടൽ തിരേൻ്റെ ഇരമ്പലായിരിക്കും. ടിപ്പു സുൽത്താൻ്റെ ടൈറ്റിൽ തീരുന്നത് പോലുള്ളൊരു ഇരമ്പലായിരിക്കും ആ ഒരു സമയത്ത്. അത് ഭയങ്കരമായിട്ട് ഞാൻ ഫീൽ ചെയ്തു. ഞാൻ കണ്ണടച്ചിട്ട് ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ക്യാരക്ടേഴ്സിന് എന്താ സംഭവിക്കുക, ആ ക്യാരക്ടേഴ്സിൻ്റെ ബാക്കി എന്തായിരിക്കും എന്ന് പറയുന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അത് സെറ്റ് ചെയ്യാൻ ഈ ഒരു പുസ്തകത്തിന് പറ്റിയിട്ടുണ്ട്. ഇതുപോലത്തെ കുറേ പുസ്തകങ്ങളുണ്ട്. ഞാൻ അങ്ങനെ എല്ലാം വായിച്ച് തീർക്കുന്ന ഒരാളൊന്നല്ല. എനിക്കങ്ങനെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വായിക്കാനുള്ള പുസ്തകങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് മെൻഷൻ ചെയ്തു തരാം. എനിക്കത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് ഒരു കഴിവാണ്. നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയാണ് ഒരു കഴിവാകുന്നത്? പാട്ട് പാടുക, നൃത്തം ചെയ്യുക, ചിത്രം വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കഴിവാണോ പുസ്തകം വായിക്കുക എന്ന് പറയുന്നത്? അതൊരു കഴിവാണ്. അതായത് 4 അക്ഷരം കൂട്ടി വായിക്കുക എന്ന് പറയുന്നത് ഒരു കഴിവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ അറിവാണ്. പക്ഷെ അതൊരു കഴിവായി മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഒരു സീനിൽ കാണിച്ചിട്ടുണ്ട്. കിലുക്കം എന്ന് പറയുന്ന സിനിമയിൽ തിലകൻ രാത്രി കിടന്നുറങ്ങിയിട്ട് പുസ്തകം വായിക്കുന്നൊരു സീനുണ്ട്. ആൾ വായിക്കുമ്പോൾ വെടിവെച്ചയും ഇംഗ്ലീഷിലുള്ള തെറിവിളി മാത്രമേ ചുറ്റുള്ളൂ. അത് കണ്ടിങ്ങനെ വിറയ്ക്കുന്ന ഒരു സീനാണ്. എന്നിട്ട് ആ പുസ്തകം വലിച്ചിട്ട് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോന്ന് എഴുതി ഉണ്ടാക്കിക്കോളെന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗുണ്ട്. അതൊക്കെ വളരെ എന്താ പറയുക, നമ്മുടെ ലൈഫിലേക്ക് കണക്റ്റ് ആവുന്ന സാധനങ്ങളാണ്. ഞാനൊക്കെ ചില സമയത്ത് ചില പുസ്തകങ്ങളോ ആർട്ടിക്കിളോ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ അടുത്ത് വന്നിട്ട് ബോംബ് പൊട്ടിച്ചാലും ഞാൻ അറിയില്ല. അവളെന്തെങ്കിലും പറഞ്ഞു പോകും, ഞാനത് മുകളിൽ കേൾക്കുകയും ചെയ്യും, പക്ഷെ ഞാനത് ശ്രദ്ധിക്കുന്നേ ഇല്ല. അതുപോലെയാണ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ. ഈ ഒരു പുസ്തകം വായിച്ച് തുടങ്ങി അത് അവസാനിക്കുന്ന മൊമെൻ്റ് വരെ ഞാൻ ഇതിൽ പറയുന്ന ചെന്നൈ നഗരത്തിലൂടെ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. അവിടെയുള്ള തമിഴന്മാരുടെ തീരെ ഫോക്കസ് ഇല്ലാതെ അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്.
അവിടുത്തെ വാഹനങ്ങളുടെ ശബ്ദം, അവിടുത്തെ ചൂട്, മഴ പെയ്യുമ്പോഴുള്ള അവിടുത്തെ ഫീലിംഗ്, എല്ലാം എവറിത്തിങ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. സോ വായന എന്ന് പറയുന്നത് മറ്റേതൊരു കലയേക്കാളും മറ്റേതൊരു കഴിവിനേക്കാളും എന്താ പറയുക, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അതിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം എൻ്റെ വൈഫിൻ്റെ അടുത്ത് അവൾ കുറച്ചൊക്കെ വായിക്കും, മീൻസ് കുറച്ചൊക്കെ വായിക്കുന്ന ഒരാളാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ. ഇപ്പം അങ്ങനെയൊരു സാധനമില്ല. അവളുടെ തിരക്കും കാര്യങ്ങളും കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ പാട്ട് പഠിക്കും, അല്ലെങ്കിൽ പാട്ട് എഴുതും. ഇതൊന്നും അല്ലാത്ത സാഹചര്യത്തിൽ റീൽസോ ഫേസ്ബുക്ക് വീഡിയോസോ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവളോട് പറഞ്ഞ് വായിച്ച് തുടങ്ങും. അത് നമ്മുടെ ബ്രെയിനിനെ ഫ്രഷ് ആക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക, അത് എത്രത്തോളം ഫ്രഷ് ആവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, വായിച്ചതിന് ശേഷമുള്ള ഉറക്കം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഉറക്കമായിരിക്കും. അത് കിട്ടാൻ എളുപ്പമല്ല, പക്ഷേ ആ ഒരു മൂഡിലേക്ക് എത്തുക. ഞാൻ വായിച്ചു തുടങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ, ഈ പുസ്തകം റാം കെയർ ഓഫ് ആനന്ദി ഞാൻ വായിച്ചത് 7.5 മണിക്കൂർ. 7.5 മണിക്കൂറിൽ ഞാൻ വായിച്ചു തീർത്തൊരു പുസ്തകം അത്. എന്നാൽ കണ്ടിന്യൂസ്ലി ഇരുന്ന് 7.5 മണിക്കൂർ തീർത്തതല്ല. രാവിലെ 5:45 ഞാൻ നടക്കാൻ പോകും. 5:45 നടക്കാൻ പോയിട്ട് ഞാനൊരു 7 മണിയാകുമ്പോൾ തിരിച്ചെത്തും. ആ 7 മണി മുതൽ ഒരു 8:30 വരെ, 8:30ക്കാണ് ഞാൻ ഫ്രഷ് ആവുക, 8:30 വരെ ഞാൻ വായിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും ഈ ഒരു പുസ്തകം തന്നെയാണ്. അങ്ങനെ ഒരു 3 ദിവസം കൊണ്ട് ഞാൻ തീർത്തൊരു സാധനം. ആ അവസാന നിമിഷം, അതായത് 3 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസത്തിൽ 3ാമത്തെ ദിവസം രാവിലെ ആ 8:30ക്ക് ഈ പുസ്തകം ഞാൻ മറച്ചു വെക്കുമ്പോൾ ഏകദേശം ഒരു 60% ഞാൻ വായിച്ച് തീർത്തു ആ ദിവസം കൊണ്ട്. പക്ഷേ ആ 3ാമത്തെ ദിവസത്തിൽ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നി. അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്ത് എനിക്ക് വേറെ എന്ത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ടൊരു 2:30ക്ക് ഞാനിത് വായിക്കാൻ തുടങ്ങി. കണ്ടിന്യൂസ്ലി 5:30 വരെ ഞാൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തു. അപ്പോഴാണ് എനിക്കെൻ്റെ ശ്വാസം നേരെ വീണതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രത്തോളം എനിക്ക് കണക്റ്റായി. ഈ പുസ്തകം വാങ്ങിയ സമയത്ത് അല്ലെങ്കിൽ വായിച്ച് തുടങ്ങിയ സമയത്ത് എൻ്റെ 2 സുഹൃത്തുക്കളോട് ഞാൻ സംസാരിക്കുമ്പം അവർ എൻ്റെ അടുത്ത് പറഞ്ഞ അഭിപ്രായം ഞാൻ അവരോട് പറഞ്ഞതും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഒരു വിനീത് ശ്രീനിവാസൻ സിനിമ കാണുന്നത് പോലെ ഒരു സാധനം, അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ ഒരു തോന്നൽ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന, ചെന്നൈയിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരാൾ, സ്വാഭാവികമായിട്ടും അയാളൊരു കോളേജിലേക്ക് ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഒരു സുഹൃത്തുണ്ടാവും. അവരുടെ ഇടയിലേക്ക് കുറച്ച് ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടി കയറി വരും. അതൊരു നല്ല ചങ്ങാത്തമായിരിക്കും. അതിൻ്റെ ഇടയിലേക്ക് ഹീറോയിൻ കയറി വരുമ്പോൾ ഹീറോയിനും തമ്മിൽ ആദ്യം പ്രശ്നങ്ങളായിരിക്കും. പിന്നീട് ഗ്രാജ്വലി അവർ തമ്മിൽ സെറ്റായി വരും. അപ്പോൾ ഹീറോ എന്തൊക്കെ കളി കളിച്ചാലും ഹീറോയിൻ താഴ്ന്നു കൊടുക്കില്ല, ഹീറോയിൻ കുറച്ച് ബോൾഡായിട്ട് തന്നെ നിൽക്കും. ഇതൊക്കെ നമ്മൾ പല സിനിമകളിലും കണ്ടതാണ്. ഈവൻ റൺ എന്ന് പറയുന്ന സിനിമ എനിക്ക് ഓർമ്മ വന്നു, പിന്നെ ഹൃദയം ഓർമ്മ വന്നു. അങ്ങനെ കുറേ സിനിമകൾ നമുക്ക് മിക്സായിട്ട് ഫീൽ ചെയ്യും. ഞാൻ അപ്പം തന്നെ എനിക്ക് തോന്നുന്നൊരു 2 ദിവസം ഞാനിത് വായിച്ചതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷനിലേക്ക് ഞാൻ ആദ്യം എത്തിയത്. അന്ന് സംസാരിക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല, വേറൊരു സിനിമ പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചൊരു സാധനം. അല്ലെങ്കിൽ ഇതിപ്പോൾ ഫ്യൂച്ചറിൽ സിനിമയായി വരും. ഫ്യൂച്ചറിലൊന്നും പറയേണ്ട, മിക്കവാറും വിത്തിൻ ഇയേഴ്സ് ഈ ഒരു സിനിമ വരും. അതിൻ്റെ ബാക്ക് എൻഡ് വർക്കുകൾ നടക്കുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചിട്ടുള്ളൊരു അപ്ഡേറ്റ്. അപ്പം അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അത്ര വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ അതിൽ മല്ലി എന്ന് പറയുന്നൊരു കഥാപാത്രം കയറി വന്നു. എന്തിനിങ്ങനൊരു കഥാപാത്രം വന്നു എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഈ ഒരു കഥേനെ വേറൊരു ലെവലിലേക്ക് ലിഫ്റ്റ് ചെയ്യണം ആ ഒരു ക്യാരക്ടറിനെ പറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ട ചില വിഷയങ്ങൾ നമ്മൾ മനഃപൂർവ്വം പറയാതിരിക്കുന്നു എന്ന് നമ്മുടെ ലൈഫിൽ തോന്നും. എൻ്റെ ലൈഫിൽ അത് തോന്നിയിട്ടുണ്ട്. ആ വിഷയങ്ങൾ വളരെ കൂളായിട്ട് അയാൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ചിന്തിക്കാത്ത ലെവലിലേക്കൊക്കെയാണ് ഈ ഒരു കഥ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവാം, വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടാവാം, ചിലപ്പോൾ ഒരേ അഭിപ്രായങ്ങളായിരിക്കാം. എനിവേ എന്തായാലും ഞാനിത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്. ഈ ഒരു പുസ്തകം കഴിയുന്നതും വായിക്കുക. പകുതിക്ക് വായിച്ച് നിർത്തിയ ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങളുണ്ട്. അതായത് ടിപ്പിക്കൽ എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് ഒരു ലോക്കൽ റൊമാൻറ്റിക് സാധനം എന്ന് പറഞ്ഞിട്ട് ഇതിന് ഓവർ ഹൈപ്പ് കൊടുക്കുകയാണെന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ ഒരിക്കലും ഇത് കംപ്ലീറ്റ് ചെയ്യാതെ നിർത്തരുത്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അഭിപ്രായത്തിലൊരു മാറ്റം വരും.
കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ അവസാനം നിങ്ങൾക്കൊരു വിങ്ങൽ കിട്ടും. അതൊരു റേഞ്ചാണ്. അതിനുശേഷം ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഈ സീനിൽ ഈ പാട്ടായിരുന്നെങ്കിൽ, മീൻസ് പുസ്തകത്തിൽ നമുക്ക് ആ സീൻ എഴുതുമ്പം അവിടെ ഈ ഒരു പാട്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നില്ലേ? അത്തരത്തിലുള്ള ചില പാട്ടുകളും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ദൂരെ നിന്ന് ഇങ്ങനെ കേൾക്കാൻ പറ്റും അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ. സോ അതൊക്കെ ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു സാധനമാണ്. ഇനി എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ പുസ്തകങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ചില ആളുകൾ എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് പറയണം. ഞാൻ സാധാരണ ഈ ഹാർഡ് കോപ്പീസ് അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നാമതാണ്, ഈ സാധനം കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ ഒരു വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പുസ്തകം എടുത്ത് ബാഗിലിട്ട് കൊണ്ടുപോകണം. മറ്റേതാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളിപ്പോൾ ഐക്ലൗഡിലാണെങ്കിലും ഒരു PDF സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫോണിലോ ഐപാഡിലോ വായിച്ച് നമുക്ക് തീർക്കാൻ പറ്റും. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് PDFs ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട്, അതായത് കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ വായിക്കാനുള്ള കൊതി, അതുകൊണ്ട് ഞാനിപ്പോൾ പുസ്തകങ്ങളിലേക്ക് തിരിഞ്ഞു. വായന നിങ്ങളുടെ ലൈഫിലൊരു ഭാഗമാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു തുടക്കമാവാൻ പറ്റിയൊരു പുസ്തകം അത്. അതായത് ഇതിൻ്റെ ഒരു അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളെ അവിടേക്ക് എത്തിക്കും. നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. വീണ്ടും അടുത്തയിലേക്ക് പോകും. ഈ ഒരു പുസ്തകം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അവിടെ നിർത്തരുത്. ഒരാഴ്ചയിനുള്ളിൽ തന്നെ അടുത്ത പുസ്തകം. ഇത് വായിക്കുന്നതിനിടയിൽ തന്നെ നിങ്ങളുടെ സൗഹൃദങ്ങളിലേക്ക് ചെന്നിട്ട് ഒരു ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. അടുത്ത പുസ്തകം എന്ന് എഴുതി വെച്ചിട്ട് കഷ്ടിച്ച് 399 രൂപ ഒരു പുസ്തകം. നമ്മൾ മന്തി കഴിക്കുന്ന പൈസയുള്ളൂ. അപ്പം അതൊരു പുസ്തകത്തിലേക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ് തന്നെ മാറും, നിങ്ങളുടെ ചിന്താഗതികൾ മാറും. ഒന്നാമത്തെ കാര്യം, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഓരോ കണ്ടൻറ്റ് താഴെ പോയി മോശം കമൻറ്റ് ഇടുന്ന സ്വഭാവം നിൽക്കും. അങ്ങനൊരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കൾച്ചർ നമുക്കുണ്ട്, നമ്മുടെ സൊസൈറ്റിക്കുണ്ട്. അതൊന്ന് മാറാൻ ഏറ്റവും ബെസ്റ്റ് വഴി പുസ്തകം വായിക്കുക എന്നുള്ള. സോ കഴിയുന്നതും പുസ്തകം വായിക്കുക. തെറി വിളിക്കുമ്പോഴെങ്കിലും നമ്മുടെ ലാംഗ്വേജ് നന്നാവട്ടെ. സോ ഇതാണ് എനിക്ക് ഈ ഒരു കോണ്ടൻറ്റിൽ പറയാനുള്ളത്. എന്തുകൊണ്ട് ഈ ഒരു വിഷയം ഞാൻ സംസാരിക്കുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അധികം ആൾക്കാർക്ക് വായിക്കാൻ പറ്റാത്ത ഒരു പുസ്തകം, അതായത് വായിക്കാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടും വായിക്കാൻ പറ്റാത്തൊരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അത് എൻ്റെ കയ്യിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നു ചേർന്നാണ്. അതൊരു PDF വേർഷനാണ്. ആ ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇതേപോലെയല്ല നിങ്ങൾക്ക് കേൾക്കാൻ. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിരിക്കും, സ്റ്റോറി അറ്റ് 11 എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെർലക് ഹോംസും ഡ്രാക്കുളയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള കോണ്ടൻറ്റാണത്. പലരും അത് കേട്ട് ഉറങ്ങിയിട്ടുണ്ട്. അത് കേൾക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പം പലരും എന്നോട് ചോദിച്ചു, അതൊന്ന് കണ്ടിന്യൂ ചെയ്തുകൂടെ, അത് കുറച്ച് സ്ട്രെയിന് കുറവുള്ള കാര്യമല്ലേ? പക്ഷേ അതിന് നല്ല സ്ട്രെയിൻ തന്നെയായിരുന്നു. എന്തായാലും വ്യത്യസ്തമായിട്ട് വേപ്പൂർ സുൽത്താൻ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെൻറ്റാണ് ഫസ്റ്റ് ഈ ഒരു ഐഡൽ പൊസിഷൻ നമ്മൾ വീണ്ടും തുടങ്ങാൻ പോകുന്നത്. അതിന് ശേഷം ഡാർക്ക് മോഡ് ഇല്ല കേട്ടോ, ഡാർക്ക് മോഡ് നമ്മൾ ഇനി ചെയ്യുന്നില്ല. അതിന് ശേഷം വേറൊരു സാധനമുണ്ട്, വേറൊരു രീതിയിലാണ് അത് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡാർക്ക് മോഡ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിനെ മാറ്റിയിട്ട് നമ്മൾ വേറൊരു മോഡ് പിടിക്കുന്നുണ്ട്. അതിന് എനിക്ക് കുറച്ച് സമയം ആവശ്യമാണ്, അതിന് കുറച്ച് ആർട്ട് ആവശ്യമാണ്. അപ്പം അതിൻ്റെ പണിശാലയിലാണ് ഞാനിപ്പം. സോ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ വേപ്പൂർ സുൽത്താൻ സ്റ്റോറീസ് വരും. സ്റ്റോറീസ് മീൻസ് നമ്മൾ കഥ പറയാൻ തുടങ്ങും. അപ്പം കീപ്പ് ഇൻ ടച്ച്.